ശരി, ശ്രീ ചിറക്കര മധു, ഇവിടെ നമുക്കറിയാം 2015 ആദ്യ കൊക്കൈൻ കേസിലെ പ്രതിയായ ഷൈൻ ടോം ചാക്കോ എങ്ങനെയാണ് ആ കേസിൽ നിന്ന് 10 വർഷത്തിന് ശേഷം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും കോടതി വളരെ കൃത്യമായി കോടതി വിധിയിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു, വളരെ കൃത്യമായി എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. അത് വീണ്ടും ചില നിയമ നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് കേൾക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷെ അവിടെയും ഈ കേസിനും സമാനമായ ഒരു ഗതി തന്നെ വരും എന്ന് തന്നെയല്ലേ നമ്മുടെ ഇപ്പോഴത്തെ രീതികളും? ഇപ്പോൾ FIR റദ്ദാക്കാനായി ഷൈൻ ടോം ചാക്കോ കോടതിയിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷ കിട്ടത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങളോ സാധ്യതകളോ വല്ലതും ഇപ്പോഴും ഉണ്ടോ? ഈ സിനിമാ മേഖലയിലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. സിനിമാ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനം കേരളത്തിൽ വന്ന ത്രെട്ടനിങ് ആയിട്ടുള്ള മയക്കുമരുന്ന് MDMA ആണ്. ഈ MDMA എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ എക്സൈസ് കണ്ടെടുത്ത ആദ്യകാല കേസ് എന്ന് പറഞ്ഞ് 2018 ഞങ്ങൾ ഒരു കേസ് എടുക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ MDMA വ്യാപകമായിട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും 20-30 വർഷങ്ങൾക്ക് മുമ്പ് MDMA ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ സമൂഹത്തിലെ ഹൈ എൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അവൈലബിൾ ആയ ഒരു മെറ്റീരിയൽ ആയിരുന്നു ഈ വസ്തു. ഇത് എത്തിയിരുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിനിമാ മേഖലകളിൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൽ സിനിമാ മേഖല മാത്രമല്ല ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ധാരാളം പണം അവരുടെ കയ്യിലുണ്ട്. ഇത്തരം വസ്തുക്കൾ വാങ്ങുന്നതിന് ധാരാളം പണം വേണം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഇത്തരത്തിലുള്ള രാസമയക്കുമരുന്നുകൾ എന്ന് പറയുന്നത്. ഈ അടുത്ത സമയത്താണ് അത് നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സിനിമാ മേഖലയിൽ ഉള്ളവരെന്ന് പറയുന്നവര് ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഒരു പുതുമയായ ഒരു കാര്യമല്ല. പക്ഷെ അതിന് വേറൊരു പ്രശ്നമുള്ളത്, സിനിമാ മേഖല എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയും വളരെയധികം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന മേഖലയുമാണ് എന്നുള്ള ഒരു വിഷയമാണ്. എക്സൈസിനോ പോലീസിനോ അവിടെ ഒരു ലീഡും ഇല്ലാതെ ഒരു വിവരവും കിട്ടാതെ കയറി ചെന്ന് പരിശോധിക്കാനോ അല്ലെങ്കിൽ നിരന്തരം നിരീക്ഷണം നടത്താനോ പറ്റുന്ന ഒരു മേഖലയല്ല. അതൊരു പ്രധാന പ്രശ്നമാണ്. അപ്പൊ അവിടെ ഇത്തരത്തിൽ മയക്കുമരുന്ന് വരുന്നതായിട്ട് അറിയുകയാണെങ്കിൽ സംവിധായകനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ പോലീസിനോ എക്സൈസിനോ ഒരു ലീഡ് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷെ എത്ര പേര് അതിന് തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഇനി ഇപ്പം നടന്ന സംഭവം, ഇപ്പം കഴിഞ്ഞ ദിവസം ഇട്ട ആ FIR സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരാൾ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് 27 എന്ന NDPS ആക്ട് അനുസരിച്ച് കേസ് എടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും അയാൾ ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് തെളിയണം. അതിന് 2 മാർഗങ്ങളോ, ഒന്നുകിൽ നമ്മൾ അയാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ കാണുന്നു, അയാളെ കൊണ്ട് നമ്മൾ മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നു. ഇതിലിപ്പം ഇവർ ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടിട്ടില്ല. മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയി അതിനകത്ത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഈ കേസ് പോലും നിലനിൽക്കത്തുള്ളൂ. അതും നിസ്സാരമായിട്ടുള്ള ഒരു NDPS കേസിലെ ഏറ്റവും ചെറിയൊരു സെക്ഷനാണ് 27 എന്ന് പറയുന്നത്. അത് 10,000 രൂപ വരെ പിഴയും 6 മാസം വരെ തടവ് കിട്ടുന്ന ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പാണ്. അതുപോലും നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ ടെസ്റ്റിനകത്ത് പോസിറ്റീവ് റിസൾട്ട് വരണം. അല്ലാതെ ഇദ്ദേഹത്തിന്റെ മൊഴി കൊണ്ട് മാത്രം ഈ കേസ് നിൽക്കത്തില്ല, തള്ളിപ്പോകത്തതേ ഉള്ളൂ. കാരണം ഇദ്ദേഹം ഈ മൊഴി പറയുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? എക്സൈസിന് അല്ലെങ്കിൽ പോലീസിന് കൊടുത്ത മൊഴി ഇദ്ദേഹം ചെന്ന് കോടതി പറയും നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. പിന്നെ 29 സെക്ഷൻ ഇട്ടിരിക്കുന്നു. അത് എന്തുകൊണ്ടിട്ടെന്ന് എനിക്കറിയില്ല. കാരണം അതൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെടുകയും അതിനകത്തൊരു മെറ്റീരിയൽ സാധനം ഉണ്ടായിരിക്കുകയും 2 അതിലധികം പ്രതികളുള്ള കേസായിരിക്കുകയും ചെയ്യുമ്പോഴാണ് 29 ഒക്കെ വരുന്നത്. വളരെ ഗൗരവമുള്ള കേസാണ്. അത് ഇദ്ദേഹത്തിന്റെ കേസിൽ 29 ഇട്ടു എന്ന് ഞാൻ അറിയുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവർ ഇട്ടു എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതാണ് അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ രാസപരിശോധനാ ഫലം വരാനുള്ള കാത്തിരിപ്പിലാണ്. അതായത് സ്രവങ്ങളുടെ പരിശോധനയുണ്ട്, മുടിയും നഖവും ഒക്കെ പരിശോധിക്കുമെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ സാങ്കേതികമായി ഇത്തരം പരിശോധനാ ഫലത്തിന് ശേഷം ഈ വിഷയത്തിൽ അങ്ങനെ ശിക്ഷിക്കപ്പെട്ട കേസുകൾ വല്ലതും താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ എക്സൈസ് ചരിത്രത്തിലൊക്കെ? ഉണ്ട്. ഞങ്ങൾ പിടിച്ചിട്ടുള്ള കേസുകളിൽ ബ്ലഡ് പരിശോധിച്ചിൽ തന്നെ തെളിഞ്ഞിട്ടുള്ള കേസുണ്ട്. ഞങ്ങൾ അതിന് പിഴ ഈടാക്കിയിട്ടുള്ള കേസുകളുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ധാരാളം കേസുകളുണ്ട്. അത് വരുമ്പോഴത്തേക്കും ഈ പ്രതിയായിട്ടുള്ള ആളുകൾ വാദിക്കാനൊന്നും നിൽക്കാറില്ല. അവര് കോടതിയിൽ സമ്മതിച്ച് പിഴ അടച്ചു പോവുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്നത്. 10,000 രൂപ വരെയാണ് പറയുന്നത്. 2,000-3,000 രൂപയ്ക്ക് പിഴ ഇടാറുള്ളൂ സാധാരണഗതിയിൽ കോടതികൾ. മാക്സിമം പിഴയാണ് എന്ന് പറയുന്നത്. അതാണ്